നമസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് 20-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചു. വാണ്ട സ്വദേശി സൂര്യഗായത്രിക്ക് ഗുരുതര പരിക്ക്. അക്രമി അരുൺ പിടിയിൽ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് സൂര്യഗായത്രിയുടെ വാടക വീട്ടിലാണ് ഈ അക്രമിയായ അരുൺ എത്തുന്നത്. ഈ സമയം സൂര്യഗായത്രിയുടെ അച്ഛൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അമ്മ ലോട്ടറി വിൽപ്പനക്കാരിയാണ്. അച്ഛന്റെ നിലവിളി കേട്ടാണ് സമീപവാസികൾ ഓടിയെത്തുന്നത്. അപ്പോഴത്തേക്കും സൂര്യഗായത്രിക്ക് നിരവധി കുത്ത് ഏറ്റിരുന്നു. അക്രമിയിൽ നിന്ന് കത്തിക്കുത്ത് ഏറ്റിരുന്നു. തുടർന്ന് നാട്ടുകാർ വരുന്നത് കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നൊരു സമീപത്തെ ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ നാട്ടുകാർ പിടികൂടി വലിയമല പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു. വാണ്ട സ്വദേശിയാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയും അക്രമിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു അറിയുന്നുണ്ട്. അരുൺ, ഈ പെൺകുട്ടിയുടെ കുത്തേറ്റ പെൺകുട്ടിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? കുട്ടി ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോൾ സൂര്യഗായത്രി ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. മെഡിക്കൽ കോളേജിലാണ്. അത് കഴിഞ്ഞാൽ അവിടെ പോലീസ് സംഘവുമുണ്ട്. വലിയ പോലീസ് PA ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും മെഡിക്കൽ കോളേജിലുണ്ട്. കുട്ടികളിൽ നിന്ന് മൊഴി കിട്ടിയാൽ മാത്രമേ മറ്റു വിവരങ്ങൾ കൂടുതൽ അറിയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 19,622 പേർക്ക് കോവിഡ്. 132 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 20,673 ടെസ്റ്റ് പോസിറ്റിവിറ്റി 16.74%. ഇന്ന് കൂടുതൽ രോഗികൾ തൃശൂർ ജില്ലയിൽ. കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള രാത്രികാല കർഫ്യൂ ഇന്ന് ആരംഭിക്കും. രാത്രി 10 മുതൽ രാവിലെ 6 വരെയാണ് കർഫ്യൂ. WIPR 7 മുകളിലുള്ള തദ്ദേശ സ്ഥാപന വാർഡുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം തേടി ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുടെ യോഗം മറ്റന്നാൾ. സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരും പങ്കെടുക്കും. സെപ്റ്റംബർ 3 തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം ചേരും. അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് നിബന്ധനകൾ കർശനമാക്കി കർണാടക. കേരളത്തിൽ നിന്ന് കർണാടകയിലെത്തുന്നവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധം. 7 ദിവസത്തിന് ശേഷം RT-PCR പരിശോധന നടത്തണം. കോവിഡ് ബാധിതരുടെ ചികിത്സാ നിരീക്ഷണ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ N. ശ്രീധർ. സംസ്ഥാനത്ത് മരണനിരക്ക് കുറയ്ക്കാൻ നിശ്ചിത ഇടവേളകളിൽ അണുബാധ കണ്ടെത്താനുള്ള രക്തപരിശോധനയായ C-റിയാക്റ്റീവ് പ്രോട്ടീൻ പരിശോധന നടത്തണം. ജനങ്ങളിൽ ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെന്നും ശ്രീധർ ന്യൂസ് 18നോട്. DCC അധ്യക്ഷ പട്ടികയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. വേണ്ടത്ര ചർച്ചകൾ നടന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു ഉമ്മൻചാണ്ടി. 2 വട്ടം ചർച്ച നടന്നെന്ന സുധാകരന്റെ പരാമർശത്തിലും കടുത്ത അമർഷം. 1 വട്ടം മാത്രമേ ചർച്ച നടന്നുള്ളൂ എന്നും 1 തവണ കൂടി ചർച്ചയുണ്ടായെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലെന്നും ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൽ K. സുധാകരൻ. താങ്ങും തണലുമായി ഉമ്മൻചാണ്ടി എക്കാലവും ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്ന് സുധാകരൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാറി നിൽക്കണമെന്ന ചർച്ചകൾ സുധാകരൻ തള്ളി. DCC പുനഃസംഘടനാ വിവാദത്തിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. പാർട്ടിയുടെ ഗുണത്തിനായി അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണം. പട്ടിക സംബന്ധിച്ച് ഇനി ചർച്ചകൾ വേണ്ട. അച്ചടക്ക ലംഘനം അംഗീകരിക്കാനാകില്ലെന്നും സുധാകരൻ. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ പാലക്കാട് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ടു. മനസ്സിനെ തളർത്തുന്ന സംഭവങ്ങൾ ആവർത്തിച്ചതായും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പാർട്ടി പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നതെന്നും ഗോപിനാഥ് പറഞ്ഞു. തൽക്കാലം മറ്റൊരു പാർട്ടിയിലേക്കും ഇല്ലെന്ന് AV ഗോപിനാഥ്. ഒരു കക്ഷി നേതാക്കളെയും ബന്ധപ്പെട്ടിട്ടില്ല. ഭാവി തീരുമാനം ആലോചിച്ച് കൈക്കൊള്ളുമെന്നും ഗോപിനാഥ്. AV ഗോപിനാഥിനെ അതിരൂക്ഷമായി വിമർശിച്ച മുൻ MLA അനിൽ അക്കരെ. ഒന്നുകിൽ രാജാവായി വാഴുക, അല്ലെങ്കിൽ പിണറായിയുടെ വേലക്കാരനായി എച്ചിലെടുത്ത് കഴിയുകയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അനിൽ അക്കരയുടെ പരിഹാസം. അനിൽ അക്കരയ്ക്ക് മറുപടിയുമായി AV ഗോപിനാഥ്. പിണറായി കേരളത്തിലെ ചങ്കുറപ്പുള്ള നേതാവാണ്. പിണറായിയുടെ ചെരുപ്പ് നക്കേണ്ടി വന്നാൽ നക്കും. തന്റെ ചെരുപ്പ് നക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ അനിൽ അക്കരയും ഉണ്ടായേക്കാമെന്നും വിമർശനത്തിന് മറുപടി.
അനിൽ അക്കരയുടെ പരാമർശത്തെ വിമർശിച്ച് കെ സുധാകരൻ പറയാൻ പാടില്ലാത്തതാണ് അനിൽ അക്കര പറഞ്ഞതെന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. അനിൽ അക്കരയുടെ പരാമർശത്തെ VK ശ്രീകണ്ഠൻ MPയും തള്ളിപ്പറഞ്ഞു. AV ഗോപിനാഥിനെ സ്വാഗതം ചെയ്ത് CPM. നിലപാടുകളിൽ ഉറച്ചുനിന്നതുകൊണ്ടാണ് AV ഗോപിനാഥ് കോൺഗ്രസിന് അനഭിമതനായി മാറിയതെന്ന് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി. DCC പുനഃസംഘടനയോടെ മാറിമറിഞ്ഞ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. A ഗ്രൂപ്പിലെയും I ഗ്രൂപ്പിലെയും പല നേതാക്കളും മറുകണ്ഠം ചാടി. A ഗ്രൂപ്പിലെ പ്രബല നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം ഗ്രൂപ്പിനെതിരെ രംഗത്ത്. ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കാറില്ലെന്നും സുധാകരന് തെറ്റ് പറ്റിയിട്ടില്ലെന്നും തിരുവഞ്ചൂർ. രമേശ് ചെന്നിത്തലയെ തള്ളി I ഗ്രൂപ്പുകാരനായ ശൂർനാട് രാജശേഖരൻ. AK ആന്റണി പുലർത്തുന്ന മാന്യത മുതിർന്ന നേതാക്കൾ പാലിക്കണം എന്നായിരുന്നു ചെന്നിത്തലയുടെ വിശ്വസ്തനായിരുന്ന ശൂർനാടിന്റെ പ്രതികരണം. പട്ടികയ്ക്കെതിരായ പ്രതിഷേധം ആവർത്തിച്ചെങ്കിലും നേതൃത്വത്തിനെതിരെ MM ഹസൻ ഇന്ന് പരസ്യ വിമർശനത്തിന് തയ്യാറായില്ല. ഉമ്മൻചാണ്ടിയെ തള്ളിയും സുധാകരനെ അനുകൂലിച്ചും K മുരളീധരൻ രംഗത്തുവന്നു. സുധാകരൻ ഡയറി ഉയർത്തി കാണിച്ചതിൽ തെറ്റില്ലെന്നും ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞെന്നും മുരളീധരൻ പറഞ്ഞു. VD സതീശനും K സുധാകരനുമെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ. ഉമ്മൻചാണ്ടി സതീശന്റെ കയ്യിൽ ലിസ്റ്റ് കൊടുക്കേണ്ട ആളല്ല. ഉമ്മൻചാണ്ടിയെയും രമേശിനെയും ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അവരെ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങാൻ പാർട്ടിക്ക് ആരോഗ്യമില്ലെന്നും വാഴക്കൻ ന്യൂസ് 18നോട്. 18 വർഷക്കാലം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞത് മാത്രമേ പാർട്ടിയിൽ നടന്നിട്ടുള്ളൂവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നേതൃനിരയിൽ നിന്ന് മാറിയെന്ന് ഇരുവരും മനസ്സിലാക്കണം. AK ആന്റണിയുടെ മാതൃക ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പിന്തുടരണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ KPCC അധ്യക്ഷൻ K സുധാകരന് പരാതി. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഉണ്ണിത്താൻ അവഹേളിച്ചുവെന്നാണ് പരാതി. മുതിർന്ന നേതാക്കന്മാർ വേറെ പാർട്ടി ഉണ്ടാക്കട്ടെ എന്ന ഉണ്ണിത്താന്റെ പരാമർശം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ്. കാസർഗോഡ് മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അടക്കമുള്ളവരാണ് പരാതി നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് 20കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വാണ്ട സ്വദേശി സൂര്യഗായത്രിക്ക് ഗുരുതര പരിക്ക്. അക്രമി അരുൺ പിടിയിലായി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? സൂര്യഗായത്രിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? അശ്വതി, ഉച്ച കഴിഞ്ഞായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. വാണ്ട സ്വദേശിയായ സൂര്യഗായത്രിക്കാണ് യുവാവിന്റെ നിന്ന് ആക്രമണത്തിന് ഇരയായത്. ഗുരുതരമായി കുത്തേറ്റ സൂര്യഗായത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ബോധം വന്നതിന് ശേഷം മാത്രമേ മറ്റു കൂടുതൽ വിവരങ്ങളെ കുറിച്ച് പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വലിയമില പോലീസ് CA ഉൾപ്പെടെയുള്ള സംഘവും മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട്. അതേസമയം അക്രമിയായ അരുണിനെ ആക്രമണത്തിന് ശേഷം നാട്ടുകാർ പിടികൂടി വലിയമല പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് സൂര്യഗായത്രിയുടെ അച്ഛന്റെ നിലവിളി കേട്ടായിരുന്നു നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും അക്രമി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒരു വീടിന്റെ കുളിമുറി ഒളിച്ചിരുന്ന ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാൾക്കും നേരിയ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സ്ഥിരീകരിക്കാത്ത വിവരമാണ്. അരുൺ, ഈ കുത്ത് ഏറ്റ സൂര്യഗായത്രിയും ഈ ആക്രമി അരുണും തമ്മിലുള്ള ബന്ധം, അതേക്കുറിച്ചൊക്കെ പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് അതിനെക്കുറിച്ചൊരു വ്യക്തമായ മറുപടി പറയുന്നില്ല. അവർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ മാത്രമേ വ്യക്തമായ മറുപടി പറയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂര്യഗായത്രിയുടെ മാതാപിതാക്കൾ ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലാരാണ്. ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ കുട്ടി അമ്മയെ സഹായിക്കാൻ ഈ കടയിൽ എത്താറുമുണ്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ അടുത്ത പരിചയമുള്ള ആളാണ് സൂര്യഗായത്രിയും അരുണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും അറിയുന്നു. മറ്റു വിവരങ്ങൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായി മനസ്സിലാക്കാനും കഴിയുള്ളൂ. ശരി അരുൺ, എന്തായാലും തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവാവ് 20കാരിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ കുട്ടിയും അച്ഛനും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛന്റെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ്
ഈ അക്രമിയായ അരുണിനെ പിടിച്ചു പോലീസിലേൽപ്പിച്ചത്. അരുണും സൂര്യഗായത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. സൂര്യഗായത്രിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി ഇപ്പോൾ ചികിത്സയിലാണ്. വിവരങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. DCC അധ്യക്ഷ പട്ടികയെ ചൊല്ലി മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. KPCC അധ്യക്ഷൻ കെ സുധാകരനോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടി. പരാതികൾ നേരിട്ട് അറിയിക്കുന്നതിന് പകരം പരസ്യ പ്രസ്താവനകൾ നടത്തിയതിലാണ് ഹൈക്കമാൻഡിന് അമർഷം. പരസ്യ പ്രതികരണത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ല, എന്നാൽ അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. അതേസമയം നേതാക്കൾക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് താരിഖ് അൻവർ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ നേതാക്കളുമായി ഇനിയും ചർച്ചകൾ നടത്തുമെന്നും താരിഖ് അൻവർ. DCC പ്രസിഡന്റ് ആകാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ. ആരുടെയും പേരുകൾ നിർദ്ദേശിച്ചിട്ടില്ല. പദവി വാങ്ങി നൽകാൻ സമ്മർദ്ദവും ചെലുത്തിയില്ല. കഴിഞ്ഞ കുറെ നാളുകളായി വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ഫേസ്ബുക്ക് ലൈവിൽ ചാണ്ടി ഉമ്മൻ. KC വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണവുമായി നെടുമങ്ങാട്ടെ UDF സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത്. KC വേണുഗോപാൽ BJPയുടെ ഏജന്റ് എന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി. പാലോട് രവിക്ക് മാഫിയ ഗ്രൂപ്പുകളുമായി ബന്ധമെന്നും ആരോപണം. മാറ്റങ്ങൾ KPCCയും ഹൈക്കമാൻഡും ഒന്നിച്ചെടുത്ത തീരുമാനമെന്ന് മുസ്ലിം ലീഗ്. മാറ്റങ്ങളിലെ സതുദ്ദേശത്തെ സംശയിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. കോൺഗ്രസിന് തന്നെ വിഷയങ്ങൾ പരിഹരിക്കാനാകും. ലീഗ് ഇടപെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും PMA സലാം. AV ഗോപിനാഥിന്റെ തീരുമാനത്തിനനുസരിച്ച് CPM നിലപാട് സ്വീകരിക്കുമെന്ന് AK ബാലൻ. നിരവധി കോൺഗ്രസ് നേതാക്കൾ AV ഗോപിനാഥിന്റെ പാതയിൽ വരും. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ആക്രമിക്കലാണ് സെമി കേഡർ എന്നതുകൊണ്ട് കെ സുധാകരൻ ഉദ്ദേശിച്ചതെങ്കിൽ കേഡർ മാത്രമേ ഉണ്ടാകൂ, കോൺഗ്രസ് പാർട്ടി ഉണ്ടാകില്ലെന്നും AK ബാലൻ. UDF നേതൃത്വത്തോട് ഇടഞ്ഞ RSP. മുന്നണി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാട്. ഈ അഭിപ്രായമാണ് RSP യോഗത്തിൽ ഉയർന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി AA അസീസ്. അന്തിമ തീരുമാനം ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ. UDFിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരമുണ്ടാകാത്തതാണ് RSPയുടെ പ്രതിഷേധത്തിന് കാരണം. കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കത്ത് നൽകിയെങ്കിലും പരിഗണിച്ചില്ലെന്ന് പരാതി. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച മലബാർ കലാപത്തെ വർഗീയമാക്കാൻ ശ്രമമെന്ന് സ്പീക്കർ MP രാജേഷ്. കലാപത്തിന്റെ സത്ത ബ്രിട്ടീഷ് വിരുദ്ധമാണ്, വർഗീയമല്ല. വർഗീയ കലാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള നിഷ്കർഷതയാണ് മലബാർ കലാപത്തിന്റെ നേതൃത്വം ചെയ്തതെന്നും സ്പീക്കർ. പണക്കിഴി വിവാദവുമായി ബന്ധപ്പെട്ട തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ ഓഫീസ് സീൽ ചെയ്തു. വിജിലൻസ് ആവശ്യപ്രകാരം നഗരസഭാ സെക്രട്ടറിയുടേതാണ് നടപടി. ചെയർപേഴ്സന്റെ മുറിയിൽ സൂക്ഷിച്ച CCTV ദൃശ്യം സംരക്ഷിക്കുന്നതിനാണ് നടപടി. ഓഫീസ് പൂട്ടി ഒളിച്ചോടിയിട്ടില്ലെന്ന തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ. വിജിലൻസ് ആവശ്യപ്പെട്ടാൽ തന്റെ സാന്നിധ്യത്തിൽ മുറി തുറന്നു നൽകും. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അജിത തങ്കപ്പൻ. വയനാട് സൗത്ത് DFO P രഞ്ജിത് കുമാർ EDക്ക് മുന്നിൽ ഹാജരായി. മരമുറിയുടെ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്ന് കാട്ടി ED നോട്ടീസ് നൽകിയിരുന്നു. DFOയുടെ മൊഴി ED രേഖപ്പെടുത്തി. വയനാട്ടിൽ 35 ഏക്കർ വനഭൂമി സ്വകാര്യ പ്ലാന്റേഷന് കൈമാറാൻ ദ്രുതഗതിയിൽ നടപടികൾ നീക്കിയെന്ന രേഖകൾ. മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായ DFOയും റേഞ്ച് ഓഫീസറുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ലോക്ഡൌൺ കാലത്ത് മുൻ EFL കസ്റ്റോഡിയൻ പ്രദീപ് കുമാർ ധൃതിപ്പെട്ടാണ് ആയിഷ പ്ലാന്റേഷന് ഭൂമി കൈമാറിയതെന്ന് രേഖകൾ. അനധികൃതമായി ഭൂമി കൈവശം വെക്കുന്നവർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റേതടക്കം 49 കേസുകളായി 2.5 ലക്ഷം ഹെക്ടർ ഭൂമി തിരിച്ചുപിടിക്കാനുണ്ട്. നികുതി അടയ്ക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ സെപ്റ്റംബർ 9 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും എവിടെ നിന്നും നികുതി അടയ്ക്കാമെന്നും മന്ത്രി. കണ്ണൂർ മട്ടന്നൂർ 19 മൈലിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ ബ്രദർ തോമസ് കുട്ടിയാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. കൊച്ചി ലഹരിമരുന്ന് കടത്ത് കേസിലെ പ്രതികളുമായി എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം ചെന്നൈയിൽ തെളിവെടുപ്പ് നടത്തി. ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി അന്വേഷണ സംഘം തെളിവെടുത്തു. ശ്രീമോനെയും മുഹമ്മദ് ഹവാസിനെയും തിരിച്ചറിഞ്ഞ ഹോട്ടലിലെ ജീവനക്കാർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ ചെറുതാഴം സ്വദേശി
ഷിഹാബിൽ നിന്നാണ് കസ്റ്റംസ് 302 ഗ്രാം സ്വർണം പിടികൂടിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഫായിസ് മുഹമ്മദ്, സൂപ്രണ്ടുമാരായ PC ചാക്കോ, S നന്ദകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വർണം പിടികൂടിയത്. കോഴിക്കോട് വിലങ്ങാട് യുവതി പാമ്പുകടിയേറ്റ് മരിച്ചു. എടാട്ട ലിൻസിയാണ് മരിച്ചത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ പുല്ലരിയാനായി പോയപ്പോൾ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് പാമ്പുകടിയേറ്റത്. പോക്സോ കേസിൽ DNA ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ജാമ്യം ലഭിച്ച തിരൂരങ്ങാടി സ്വദേശി ശ്രീനാഥ് പരാതിക്കാരിക്കും പോലീസിനുമെതിരെ രംഗത്ത്. പെൺകുട്ടിയുടെ ഭാഗം മാത്രം കേട്ടാണ് പോലീസ് നടപടിയെടുത്തതെന്ന് ശ്രീനാഥ്. പെൺകുട്ടിക്കും കുടുംബത്തിനുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും. കോട്ടയം കുറ്റിയക്കുന്ന് CMS LP സ്കൂൾ നവീകരിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ധനശേഖരണത്തിനായി മാലർകാട് എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ, സ്കൂൾ മാനേജർ ഫാദർ ദീപു AB ജോൺ എന്നിവർ പങ്കെടുത്തു. KL ഗോ ടാക്സി ആപ്ലിക്കേഷന്റെ ലോഗോ പ്രകാശനം നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ K വരദരാജൻ കൊല്ലത്ത് നിർവഹിച്ചു. ഊബർ മാതൃകയിൽ സംസ്ഥാനത്തെ ഒരു കൂട്ടം സംരംഭകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി, ഓട്ടോ സർവീസുകളുടെ സേവനമാണ് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാവുക. ഓട്ടോ, ടാക്സി എന്നിവയ്ക്ക് പുറമെ ചരക്ക് വാഹനങ്ങളുടെ സേവനവും ഇതുവഴി ലഭ്യമാകും. ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നുവെന്ന് താലിബാൻ. അഫ്ഗാനിസ്ഥാനിലെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇന്ത്യയെ ക്ഷണിക്കുന്നതായും ദോഹയിലെ താലിബാൻ പൊളിറ്റിക്കൽ ഓഫീസ് മേധാവി ഷേർ മുഹമ്മദ് അബ്ബാസ് CNN ന്യൂസ് 18നോട് പറഞ്ഞു. അഫ്ഗാനിലെ ഹിന്ദു, സിഖ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുമെന്നും താലിബാൻ ഇന്ത്യക്ക് ഭീഷണിയാകില്ലെന്നും ഷേർ മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ ശേഷിക്കുന്ന 20 ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ തുടരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള 140 പേരും ഇന്ത്യയിലേക്ക് വരാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. ദേവി ശക്തിരക്ഷാ ദൌത്യത്തിന്റെ ഭാഗമായി 6 വിമാനങ്ങളിലായി 260 ഇന്ത്യക്കാരടക്കം 550 പേരെയാണ് ഇതുവരെ രാജ്യത്ത് എത്തിച്ചത്. കാബൂൾ വിമാനത്താവള പരിസരത്ത് ഇന്ന് രാവിലെയും റോക്കറ്റ് ആക്രമണം. കാറിൽ നിന്നാണ് റോക്കറ്റുകൾ തൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. 5 മിസൈലുകൾ മിസൈൽ വേധ സംവിധാനം ഉപയോഗിച്ച് US സേന തകർത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാം സ്വർണം. ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡലിനാണ് സ്വർണം നേടിയത്. സുമിത് സ്വർണം നേടിയത് 68.55 മീറ്റർ എന്ന ലോക റെക്കോർഡ്. ലോകത്തെ ഏറ്റവും വലിയ തത്സമയ പാചക പരിപാടി ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അമുൽ. 3300 ഷെഫുമാർ, 2900 വിഭവങ്ങളാണ് അമുലിന്റെ തത്സമയ പാചക പരിപാടിയിൽ ഇതുവരെ ഒരുക്കിയത്. 500ാം ദിവസമായ ഇന്ന് തുടർച്ചയായി 15 മണിക്കൂർ പുതിയ വിഭവങ്ങൾ തത്സമയം തയ്യാറാക്കുന്നു. പാപ്പിയ സന്യാൽ ചക്രവർത്തി, പ്രീതി ഡോക്കെ, കമാലിക ഡേ, ചിത്ര വിനിത് മഹൂർ, അപർണ കോലാർക്കർ എന്നിവരാണ് പാചകവിധികളുമായി എത്തുന്നത്. തത്സമയം കാണാൻ അമുലിന്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. www.facebook.com/amul.coop. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.